രാജസൂയ യാഗത്തിലെ അഗ്നിപരീക്ഷ. പാണ്ഡവ ചക്രവർത്തിയായ യുധിഷ്ഠിരൻ നടത്തിയ മഹാമഹമായിരുന്നു രാജസൂയാഗം. 3 ലോകങ്ങളിൽ നിന്നും രാജാക്കന്മാരും മുനിമാരും പങ്കെടുത്ത ആ യാഗശാല ധർമ്മത്തിന്റെയും പ്രതാപത്തിന്റെയും പ്രതീകമായിരുന്നു. യാഗം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സദസ്സിൽ കൂടി എല്ലാവരും ഒരു പ്രധാന ചോദ്യത്തിന് ഉത്തരം നേടി. ആർക്കാണ് അഗ്രപൂജ നൽകേണ്ടത്? ധർമ്മബർമ്മനായ സഹദേവൻ എഴുന്നേറ്റ് നിന്നു. യാഗശാലയിലെ സകല ഐശ്വര്യങ്ങൾക്കും കാരണം സാക്ഷാൽ ശ്രീകൃഷ്ണനാണെന്ന് പ്രഖ്യാപിച്ച് ഭഗവാന് അഗ്രപൂജ നൽകാനുള്ള തീരുമാനം അദ്ദേഹം അറിയിച്ചു. മഹാമാരും ഋഷിമാരുമായ പലരും ആ തീരുമാനത്തെ കൈകൂപ്പി അംഗീകരിച്ചു. എന്നാൽ ആ സദസ്സിൽ ഒരാൾ മാത്രം ക്രോധത്താൽ വിറച്ചു. തീക്കനൽ പോലുള്ള കണ്ണുകളോടെ എഴുന്നേറ്റ് അത് ചേതി രാജാവ് ശിശുപാലന്റെ അധിക്ഷേപം കൃഷ്ണനോടുള്ള പക മനസ്സിൽ സൂക്ഷിച്ച ശിശുപാലന്റെ നാവ് വിഷഞ്ചി. ധർമ്മപുത്ര, നീ എന്താണ് ചെയ്യുന്നത്? ഇത്രയധികം രാജാക്കന്മാരിരിക്കെ കട്ടു നടന്നൊരു സ്ത്രീലമ്പടനാണോ ഈ പൂജയ്ക്ക് അർഹൻ? സ്വന്തം അമ്മാവരെ കൊന്ന കൊടും പാപി ഇവൻ ഒരു രാജാവല്ല, വേറെ ഒരു ഇടയനാണ്. ഇവന് പൂജ നൽകി നിങ്ങൾ ഇവിടെ വന്ന രാജാക്കന്മാരെ അപമാനിച്ചു. ഭീഷ്മരെ പോലുള്ളവർ ഇത് അനുവദിക്കാമോ? ശിശുപാലന്റെ ഓരോ വാക്കും യുധിഷ്ഠിരന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. പരിഭ്രമിച്ചു പോയ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് മഹാമനായ ഭീഷ്മരന്തി എഴുന്നേറ്റു. യുധിഷ്ഠിര, നീ പരിഭ്രമിക്കേണ്ട. 3 ലോകങ്ങളിലും പൂജ്യനായവൻ കൃഷ്ണൻ മാത്രമാണ്. അഹങ്കാര മതാന്തരായ ഇവനൊന്നും അത് കാണാനുള്ള കണ്ണില്ല. ഈ ധർമ്മം ഉത്കൃഷ്ടമാണ്. ഇവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, ഭീഷ്മർ തീർത്തു പറഞ്ഞു. എന്നാൽ ഭീഷ്മരുടെ വാക്കുകൾ ശിശുപാലന്റെ ക്രോധം വർദ്ധിപ്പിച്ചു. പൂജ പൂർത്തിയാക്കിയ ശേഷം ശിശുപാലൻ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. ഈ അപമാനത്തിന് പകരം ചോദിക്കാം, പാണ്ഡവരെയും കൃഷ്ണികളെയും നശിപ്പിക്കാൻ തയ്യാറുള്ളവർ ആയുധമെടുക്കുക. ഞാൻ സേനാധിപതിയാണ്. പല രാജാക്കന്മാരും അവനോടൊപ്പം ചേർന്ന് യുദ്ധത്തിന് തയ്യാറായി. വിനാശകാലെ വിപരീത ബുദ്ധി എന്നല്ലേ പറയുന്നത്. യുദ്ധസന്നാഹം കണ്ട യുധിഷ്ഠിരൻ ഭീഷ്മരുടെ കാലിൽ വീണു. പിതാമഹ, യാഗം മുടങ്ങാതെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നാണ് നമ്മുടെ യുധിഷ്ഠിരൻ ചോദിച്ചത്. ഭീഷ്മർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, ധർമ്മപുത്ര, ഭയപ്പെടേണ്ട. സിംഹം ഉണരുന്നതുവരെ മാത്രമേ നായ്ക്കൾ കുരയ്ക്കുകയുള്ളൂ. കൃഷ്ണൻ എഴുന്നേൽക്കുന്നവരെ ഇവന്റെ ഈ പ്രലോഭനം ഉണ്ടാവും. വിനാശകാല വിപരീത ബുദ്ധി എന്നാണ്. വിനാശകാലത്ത് ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കും. ഇവന്റെ അവസാനമായിരിക്കും. ഇത് കേട്ട ശിശുപാലൻ ഭീഷ്മരുടെ നേർക്ക് തിരിഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, പടിവൃദ്ധ, നീയാണോ ധർമ്മം ഉപദേശിക്കാൻ വരുന്നത്? ഈ ഇടയ ചെറുക്കൻ ചെയ്ത വീരകൃത്യങ്ങൾ എന്തൊക്കെയാണ്? കാളയെ കൊന്നു, കുതിരയെ കൊന്നു, അമ്മയുടെ സഹോദരനെ കൊന്നു. എന്നിട്ട് ഇവൻ കൊടുത്തുന്ന നിങ്ങളെ പോലുള്ള വയസ്സന്മാരുടെ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചു. ഈ അതിശയം കേട്ട് കോപം അടക്കാനാവാതെ ഭീമസേനൻ ആയുധമെടുത്ത് ചാടി. ഭീഷ്മർ ഉടൻ തന്നെ ഭീമനെ തടഞ്ഞു നിർത്തി. ഭീമ, ക്ഷമിക്കൂ. ഇവന്റെ അമ്മയോട് ചെയ്ത വാഗ്ദാനം അനുസരിച്ച് കൃഷ്ണൻ ചെയ്യുന്ന 100 തെറ്റുകൾ ക്ഷമിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണൻ മൗനിയായിരിക്കുന്നത്. കൃഷ്ണന്റെ കൈകൊണ്ടാണ് ഇവന്റെ മരണം. സുദർശന ചക്രത്തിന്റെ അലർച്ച. ഭീഷ്മരുടെ ഈ വാക്കുകൾക്ക് ശേഷവും ശിശുപാലൻ ഭീഷ്മരെയും കൃഷ്ണനെയും ക്രൂരമായ വാക്കുകളാൽ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു. അവന്റെ വാക്ക് അമ്പുകൾക്ക് തുല്യമായി കൃഷ്ണന്റെ നെഞ്ചിൽ തറച്ചു. ഒടുവിൽ കൃഷ്ണൻ മന്ദഹസിച്ചു. ഞാൻ ഇവന്റെ അമ്മയോട് ചെയ്ത സത്യം പരിപാലിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കും. 100 തെറ്റുകൾ ഞാൻ ക്ഷമിച്ചു. ഇനി ക്ഷമിക്കേണ്ട ആവശ്യമില്ല. അത്രയും പറഞ്ഞ് ശ്രീകൃഷ്ണന്റെ കൈകൾ മുകളിലേക്ക് ഉയർന്നു. ഭഗവാന്റെ മനസ്സിൽ സുദർശന ചക്രം തള്ളി. ലക്ഷക്കണക്കിന് സൂര്യന്മാരുടെ പ്രഭയോടെ സുദർശന ചക്രം കൃഷ്ണന്റെ കയ്യിലെത്തി. രാജാക്കന്മാർ അത്ഭുതത്തോടെ നോക്കി. ഭഗവാൻ ആ ചക്രം പ്രയോഗിച്ചു. മിന്നൽ വേഗത്തിൽ ചക്രം ശിശുപാലന്റെ കഴുത്തറച്ചു. ശിശുപാലന്റെ ശിരസ് മുറിഞ്ഞു വീണു. അത്ഭുതമെന്ന് പറയട്ടെ, ശിശുപാലന്റെ ദേഹത്ത് നിന്ന് ഒരു തേജസ് ഉയർന്നു സാക്ഷാൽ ശ്രീകൃഷ്ണൻ ലയിച്ചു ചേർന്നു. കാരണം ശിശുപാലൻ വിഷ്ണുവിന്റെ ദ്വാരപാലകരിൽ ഒരാളായ ജയന്റെ പുനർജന്മമായിരുന്നു എന്നാണ് പറഞ്ഞത്. രാജാക്കന്മാർ ശബ്ദരായി നിന്ന് ചിലർ കൃഷ്ണനെ സ്തുതിച്ചു. യുധിഷ്ഠിരൻ യാഗം മുടങ്ങാതെ ശിശുപാലന്റെ പുത്രനെ ചേതി രാജാവ് അഭിഷേകം ചെയ്തു. അങ്ങനെ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് രാജസൂയാഗം നിർവിഘ്നം പൂർത്തിയായി. അങ്ങനെ ധർമ്മം വിജയിച്ചു, അധർമ്മം നശിച്ചു. ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം നേടി ധർമ്മപുത്രൻ സാർവഭൗമ പദവി സ്വീകരിച്ചു എന്നാണ് കഥയിൽ പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക.